a strong contestant, Big Boss. Your selection is the best. I know that. Me. A few moments later. രതീഷ്, Yes, sir. പ്രേക്ഷക തീരുമാനപ്രകാരം നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു. Thank you, sir. മാപ്പൊന്നും പറയണ്ട, പൊക്കോ. നിർത്തണ്ട, ചിരിച്ചോ ചിരിച്ചോ. ഇന്നലെ മുതലേ ചിരി നിർത്താൻ ഞാൻ പെട്ട പാടേ. ഞാൻ പോകുന്ന വിചാരിച്ചതല്ല, എവിക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഞാൻ അതിന് മുമ്പ് രണ്ടുവട്ടം ക്വിറ്റ് ചെയ്യാനൊക്കെ പോയിരുന്നായിരുന്നു. ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ക്വിറ്റ് ചെയ്യാനൊക്കെ പോയിരുന്നു. എന്തൊക്കെ മേളായിരുന്നു. കാവിരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എന്റെ കാവിരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ. പാട്ട്, ഡാൻസ്, കൂത്ത് എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. 2 ദിവസം കൊണ്ട് 6 പേര്, ശരി. 4 ദിവസം കൊണ്ട് എന്റെ ടാർഗറ്റ് 12 പേരാണ്. 5 ദിവസം കൊണ്ട് 18 പേരെ ഞാൻ ശത്രുക്കളാക്കും. എന്നിട്ട് ഒറ്റയ്ക്ക് കിടന്ന് വിലസും. പക്ഷേ എവിക്ഷൻ പ്രോസസ്സ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് സുരേഷ് ഏട്ടൻ പോവും, അല്ലെങ്കിൽ നൂറ ചിലപ്പോൾ പോവും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. കിട്ടണം, നിങ്ങൾക്കിത് പോരെ ശരിക്കും. ബിഗ് ബോസിൽ നമ്മൾ വരുമ്പോൾ ഗെയിം പ്ലാനായിട്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഗെയിം പ്ലാനായിട്ട് വന്നതല്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് 1-ാം ദിവസം തന്നെ ആൾക്കാരെ കണ്ട് എനിക്ക് കളിക്കാൻ പറ്റിയ ആൾക്കാരാണെന്ന് കണ്ടുകൊണ്ട് ഞാൻ ഗെയിം തുടങ്ങിയതാണ്. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. ഞാൻ പോയി വരട്ടെ മക്കളെ. ഓക്കെ, താങ്ക് യു ബിഗ് ബോസ്. താങ്ക് യു ബിഗ് ബോസ്. ഈ ഒരാഴ്ച എനിക്ക് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ തന്നു. ഈ ഒരാഴ്ച ഒരുപാട് ഓർമ്മകൾ തന്നു. 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും ഉണ്ടാ ഉണ്ടാ ഉണ്ടാ. സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. ഇനി പിക്ചർ അഭി ഭി ബാക്കി ഹെ ഭായ്. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.